പ്രിയ സുഹൃത്തുക്കളെ, ഒട്ടേറെ മാപ്പിളപ്പാട്ടുകൾക്കും നാടക ഗാനങ്ങൾക്കും സംഗീത സംവിധാനം നിർവഹിച്ച ചാന്ദ് പാഷ 2003 ജൂൺ 18 നമ്മോട് വിട പറഞ്ഞു പോയതാണ്. ഏകദേശം 11 വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ അനുസ്മരണം ഒരു വിപുലമായ പരിപാടികളോടുകൂടി കോഴിക്കോട്ട് നടത്തുന്നത്. ചാന്ദ് പാഷയുടെ സംഗീതത്തെയും ചാന്ദ് പാഷയും സ്നേഹിക്കുന്ന ഈ കോഴിക്കോട്ടെ കലാപ്രേമികളെ ഈ പരിപാടിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുവാൻ സഹോദരൻ ആറ്റക്കോയ തങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ചരിത്രം എന്ന് പറയുന്നത് ജീവചരിത്രം തന്നെയാണ് എന്നൊരു ആശയഗതിയുണ്ട്. ഹിസ്റ്ററി ഈസ് ബയോഗ്രഫി. ഷേക്സ്പിയർ ഒരിക്കൽ പറയുകയുണ്ടായി, ബയോഗ്രഫി ദൈ ബ്രദർ ഈസ് ഹിസ്റ്ററി. ബയോഗ്രഫിയുടെ ജീവചരിത്രത്തിൻ്റെ സഹോദരനാണ് ചരിത്രമെന്ന് പറയുകയുണ്ടായി. പ്രതിഭാശാലികളെക്കുറിച്ച് അനുസ്മരിക്കുമ്പോൾ കാലത്തിന് വലിയ വലിയ സംഭാവനകൾ നൽകി ലോകത്തു നിന്ന് പിരിഞ്ഞു പോയവരെക്കുറിച്ച് ഓർക്കുമ്പോൾ തീർച്ചയായും അവരുടെ ഒരു വ്യക്തിജീവിതത്തിൽ പരിമിതമാക്കുകയായിരുന്നില്ല അവരുടെ ജീവിതം. അതിനപ്പുറം ലോകത്തിന് വേണ്ടി ധാരാളം ചെയ്തതിന് ശേഷം ഈ ലോകത്ത് നിന്ന് വിട്ടുപിരിഞ്ഞു പോയവരാണ് എന്ന് നാം തീർച്ചയായും മനസ്സിലാക്കുന്നു. ചാന്ദ് പാഷയെ നിറഞ്ഞ ഹൃദയത്തോടെ ഓർത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി ഫൈസൽ സാഹിബിനെ ക്ഷണിക്കുകയാണ്. ഒരു 11 വർഷം മുമ്പ് നമ്മോട് വിട പറഞ്ഞ മാപ്പിളപ്പാട്ടിലെ അല്ലെങ്കിൽ മലയാളികളുടെ സംഗീതാസ്വാദനത്തെ തൻ്റേതായ ഒരു ശൈലി കൊണ്ട് സമ്പന്നമാക്കിയ ഉസ്താദ് ചാന്ദ് പാഷയുടെ അനുസ്മരണമായി ഇവിടെ ഒത്തുകൂടി എന്നുള്ളത്, ഇതിൻ്റെ സംഘാടകർ ഇങ്ങനെ ഒരു അവസരമൊരുക്കി എന്നുള്ളത് അദ്ദേഹത്തോട് ചെയ്യുന്ന അല്ലെങ്കിൽ മാപ്പിളപ്പാട്ട് ശാഖയോട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്തരം സംഗീതധാര ഇഷ്ടപ്പെടുന്ന ആളുകൾ ആ ഒരു മേഖലയോട് ചെയ്യുന്ന ഏറ്റവും വലിയ കടമയാണ് അവർ നിർവഹിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഉസ്താദ് ചാന്ദ് പാഷ, വടകരയിലെ പ്രിയപ്പെട്ട എം കുഞ്ഞിമൂസക്ക, ഇപ്പോഴും നമ്മുടെ കൂടെയുള്ള KV അബൂട്ടി മാഷ പോലെയുള്ള ആളുകൾ, തലശ്ശേരിയിലെ CT ഉമ്മർക്കയെ പോലെയുള്ള ആളുകൾ, YMA ഖാലിദ് കയെ പോലെയുള്ള ആളുകൾ വളരെ വളരെ കുറവാണ് ഈ മേഖലയിൽ സംഗീത സംവിധാന രംഗത്ത്. ഒരു പാരമ്പര്യശൈലി നമ്മൾ പാട്ട് പാടുന്നു. ഇവിടെ ചാന്ദ് പാഷ ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം അദ്ദേഹം അത് ലളിതമായി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ ആശയം ചോർന്നു പോവാത്ത വിധം വലിയ അത്ഭുതങ്ങളാണ് അദ്ദേഹം മാപ്പിളപ്പാട്ട് രംഗത്തൊക്കെ ഇവിടെ ഉണ്ടാക്കിയത്. അദ്ദേഹത്തിനൊരു ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ പശ്ചാത്തലമുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഈ മലയാളിയല്ല, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്. കോഴിക്കോട്ടിൻ്റെ തട്ടകത്തിൽ നിന്നാണ് അദ്ദേഹം ഈ രംഗത്തേക്ക് ഒരു ചുവടുവെപ്പ് നടത്തുന്നത്. ചീപ്പവറാൻ എന്ന നാടകത്തിലെ പിഞ്ചായ നാൾ തൊട്ട് എന്ന ഗാനമാണ് അദ്ദേഹം ഒരു നാടകഗാനമായി ചിട്ടപ്പെടുത്തിക്കൊണ്ടാണ് ഈ രംഗത്തേക്ക് വലിയ ഒരു ശ്രദ്ധ അദ്ദേഹം നടന്നത്. പിഞ്ചായ നാൾ തൊട്ട്, നിങ്ങൾക്ക് പലർക്കും ആ പാട്ടറിയാം. മാപ്പിളപ്പാട്ട് രംഗത്ത് വളരെ കൊണ്ടാടപ്പെടുന്ന മിറാജ് രാവിലെ കാറ്റ് എന്ന മൂസ എരഞ്ഞോളിയുടെ പ്രസിദ്ധമായ ഗാനം PT അബ്ദുറഹിമാൻ എഴുതി മൂസ എരഞ്ഞോളി പാടുന്നതിനോടൊപ്പം തന്നെ ചാന്ദ് പാഷയുടെ സംഗീതമാണ് ഇപ്പോഴും അതിനെ സജീവമായി ഏതാണ്ട് 300-400-300-ലധികം തവണ വിദേശ പര്യടനം നടത്തുമ്പോൾ ഓരോ
ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ വിദേശ പര്യടനം നടത്തിയ കലാകാരൻ മൂസ എരഞ്ഞോളിയാണെന്ന് വേണം നമുക്ക് പറയാം. പാട്ട് പരിപാടിക്ക് വേണ്ടി 300-ലധികം തവണ വിദേശ പര്യടനം നടത്തിയ വ്യക്തിയാണ് അദ്ദേഹം. ഓരോ സദസ്സിലും അദ്ദേഹം പാട്ട് പാടുമ്പോൾ മിഹ്റാജ് രാവിലെ കാറ്റ് അവിടെ അനിവാര്യമാണ്. ഓരോ സദസ്സിലും അത്രയും സൂപ്പർ ഹിറ്റായ ഗാനം ചിട്ടപ്പെടുത്തിയത് ചാന്ത് ഭാഷയാണ്. അവിടെ ഈ പി.ടിയുടെ വളരെ കവിത്വമുള്ള വരികൾ കൊണ്ട് പാട്ടിനെ, അല്ലെങ്കിൽ ശുദ്ധ മലയാളത്തിൽ പാട്ടിനെ നാം ആസ്വദിക്കുന്ന ഘട്ടത്തിൽ അതിൻ്റെ മുൻനിരയിൽ വരുന്ന ഒരു കവിയാണ് പി.ടി. അബ്ദുറഹിമാൻ. അദ്ദേഹത്തിൻ്റെ വരികൾക്ക് അതിനനുയോജ്യമായ ഒരു സംഗീതമാണ് ചാന്ത് ഭാഷ നൽകി. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് ആ പാട്ടൊക്കെ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ടാവും. അതേപോലെ ചെമ്പകപ്പൂ തേനിതളധരം എന്ന പ്രസിദ്ധമായ പി.ടിയുടെ വരികൾ, ആകാശഭൂമിക്ക് അധിപതിയായ എന്ന വരികൾ, കാനേഷ് പൂനൂരിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ഒരു പാട്ടുണ്ട്, പ്രവാചക പ്രകീർത്തന ഗാനങ്ങളിൽ എന്നും ശ്രദ്ധിക്കപ്പെടുന്ന 14 നൂറ്റാണ്ട് പിമ്പെന്തിന് പാരിൽ ഞാൻ പാപി പിറന്നു വീണു, പുണ്യ റസൂലിൻ്റെ പദപങ്കജം പതിയാത്ത മണ്ണിൽ പിറന്നു വീണു എന്ന പാട്ടൊക്കെ ചാന്ത് ഭാഷയാണ് ചിട്ടപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആസ്വാദക തലത്തെ ഒരു ഘട്ടത്തിൽ അതിൻ്റെ സുവർണകാലത്തെ മനോഹരമായ ഈണങ്ങൾ കൊണ്ട് സമ്പന്നമാക്കിയ വ്യക്തിയാണ് ചാന്ത് ഭാഷ. ഉസ്താദ് ചാന്ത് ഭാഷയെപ്പോലെയുള്ള ആളുകളുടെ സംഗീത സംവിധാനത്തിലെ പിറന്ന നിരവധി ഗാനങ്ങൾ അവിടെയും ഇവിടെയുമായിട്ടുണ്ട്. അതൊക്കെ ക്രോഡീകരിച്ച് അതൊക്കെ നമ്മുടെ ഭാവി തലമുറയ്ക്ക് പഠിക്കാനും ഗവേഷണം നടത്താനുമുള്ള സൗകര്യം ഉണ്ടാക്കാൻ സരണി സർഗവേദിയെപ്പോലെയുള്ള സംഘടനകൾക്ക് സാധിക്കണം. അതിനുള്ള സംവിധാനങ്ങളുമായി ബന്ധപ്പെടുത്താൻ, കാരണം ഗവൺമെൻറ് തലത്തിലൊക്കെ ഒരുപാട് സാധ്യതകൾ മഹാകവി മോയിൻകുട്ടി വൈദ്യർ അക്കാദമിയൊക്കെ സജീവമായി പ്രവർത്തിക്കുന്നത് കൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരു പിന്തുണയേകാൻ സരണി സർഗവേദി ഇപ്പോൾ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ അനുസ്മരണ പരിപാടി ഏറെ പ്രശംസ അറിയിക്കുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന നാമത്തിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. ആരാണ് ചാന്ത് ഭാഷ? ചാന്ത് ഭാഷ എന്ന പേര് അദ്ദേഹം തന്നെ അതിൻ്റെ പരിഭാഷ എനിക്ക് പറഞ്ഞു തന്നത്. ഈ കോഴിക്കോടിൻ്റെ തെരുവീതികളിലൂടെ ഒരുപാട് വർഷങ്ങൾ ആഴ്ചയിൽ 2-3 ദിവസം ഞങ്ങൾ ഒരുമിച്ച് നടക്കാറുണ്ടായിരുന്നു. കൂടെയുള്ളവരെ കൈവടിയാത്ത ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ മാത്രം പറയാനുള്ള ചാന്ത് ഭാഷയെ അനുസ്മരിച്ചതിൽ എനിക്ക് നിങ്ങളോടെല്ലാവരോടും ഭയങ്കര ആത്മാർത്ഥമായ സ്നേഹം തോന്നുകയാണ്. മഹാനായ മനുഷ്യന് അദ്ദേഹം സ്വന്തമായിട്ട് ഇവിടെ കണ്ണൂർ ഒരു മാപ്പിള പഠന കേന്ദ്രമൊക്കെ സ്ഥാപിച്ചിരുന്നു അവസാന ഘട്ടത്തിൽ. അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ അനുസ്മരണം നടത്തി. അതും അതിൻ്റെ പിറ്റേ വർഷം കുറച്ച് കാലം അങ്ങനെ ഉണ്ടായിരുന്നില്ലാതെ പിന്നെ ഇങ്ങനെ ഒരു മനുഷ്യൻ ഇവിടെ ജീവിച്ചിരുന്നു എന്നുള്ളതിന് തെളിവൊന്നും കൊടുക്കാതെ നമ്മൾ നിൽക്കുകയാണ്. ഈ അവസരത്തിൽ അത് ഓർമ്മപ്പെടുത്തിയതിന് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകളും ഭാവുകങ്ങളും ചാന്ത് ഭാഷയുടെ സ്മരണയ്ക്ക് ആദരാജ്ഞല അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അള്ളാഹു പരലോകം സുഖമാക്കി കൊടുക്കട്ടെ എന്ന് തേടിക്കൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും. ചാന്ത് ഭാഷയോടൊപ്പം കുറേ കാസറ്റുകൾക്ക് ഈണം പകരുന്നതിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എൻ്റെ അനുഭവങ്ങളിലൂടെ ചാന്ത് ഭാഷയെ അനുസ്മരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഗതി, ഒരു സംഗീതജ്ഞൻ എന്നുള്ള നിലയ്ക്ക് ചാന്ത് ഭാഷയുടെ കൈയടക്കം വേഗതയാണ്. ഒരു പാട്ട് കിട്ടിയാൽ അതിന് ഈണം കൊടുക്കുക എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പെട്ടെന്ന് കഴിയുന്ന ഒരു സംഗതിയാണ്. അതിന് അധിക സമയമൊന്നും എടുക്കാതെ വളരെ പെട്ടെന്ന് അദ്ദേഹം ഈണം ചെയ്ത് തീർക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സ് മുഴുവൻ ഇങ്ങനെ ഈണം നിറഞ്ഞു നിൽക്കുകയാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും. കോഴിക്കോടിൻ്റെ മണ്ണിൽ ഇന്നും അദ്ദേഹം തൻ്റെ സാന്നിധ്യം അറിയിച്ചു ഞങ്ങളുടെയൊക്കെ ഹൃദയത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇത്തരമൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ അങ്ങേയറ്റത്തെ ചാരിതാർത്ഥ്യമുണ്ട്. മാപ്പിളപ്പാട്ട് രംഗത്തെ പ്രവർത്തിക്കുന്ന
അതിൻ്റെ ചരിത്രവും സംഗീത വഴികളൊക്കെ അറിയാവുന്ന പ്രമുഖരെ നമുക്ക് ഈ വേദിയിൽ ഇരുത്താൻ കഴിഞ്ഞതിലും ചാരിതാർത്ഥ്യമുണ്ട്. നാമൊക്കെ ഒരുപാട് പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടുകൾ, കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ടുകളൊക്കെ ചാന്ദ് പാഷ സംഗീതം ചെയ്ത ഗാനങ്ങൾ ഉണ്ടായിരുന്നു എന്ന അറിവ് പരമാവധി ആളുകളിൽ എത്തിക്കുക എന്നതും ആണ് ഇതിൻ്റെ ഉദ്ദേശങ്ങളിലൊന്ന്. ഈ പരിപാടി ഭംഗിയാക്കുന്നതിൽ പങ്കുവഹിച്ച ഇത് ഉദ്ഘാടനം ചെയ്ത ഫൈസൽ എളേറ്റിൽ, ആശംസകൾ അർപ്പിച്ച OM കരുവാരക്കുണ്ട്, റഹ്മാൻ മുന്നൂര്, അധ്യക്ഷത വഹിച്ച TK ആറ്റക്കോയത്തങ്ങൾ, സ്വാഗതം ആശംസിച്ച ഇസ്മായിൽ MK, ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച മാഹിൻ, അതുപോലെ തന്നെ കുഞ്ഞു തുടങ്ങിയ ഈ വേദിയിൽ അത്ര നിറഞ്ഞു നിൽക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുകയും ഒരുപാട് ആൾക്കാരെ അറിയിക്കാൻ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹു അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അവർക്കുള്ള നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. ചെറിയ ഒരിടവേളയ്ക്ക് ശേഷം ചാന്ദ് പാഷ ചിട്ടപ്പെടുത്തിയ ഗാനങ്ങളുടെ അവതരണം ഇവിടെ നടക്കും. എല്ലാവരെയും അതിലേക്കൊന്നുകൂടി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.